ഹായ് ഹലോ പുതിയൊരു സ്റ്റോറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ അജയ് അഞ്ജനയോട് തനിക്ക് ഈ വിവാഹത്തിന് സമ്മതമല്ലെന്ന് പറഞ്ഞിട്ടും അമ്മയും മകളും അതിൽ നിന്ന് പിന്മാറുന്നില്ല. അങ്ങനെ അവരുടെ വിവാഹത്തിനുള്ള ക്ഷണക്കത്തുകൾ എല്ലാം റെഡിയായി വരാണ്. വിവാഹ നിശ്ചയം എല്ലാത്തിനും ഒരുങ്ങാട്ടോ. ഇനിയിപ്പോൾ ഇതിൽ നിന്ന് പിന്മാറാൻ എന്താ ഒരു വഴി എന്ന് ആലോചിക്കുന്ന സമയത്താണ് അജയുടെ ഫ്രണ്ട് വക്കീൽ ഒരു കാര്യം പറയുന്നത്. കോൺട്രാക്ട് മാരേജിനെ കുറിച്ച്. അതോടുകൂടെ അജയ് അതിനെക്കുറിച്ച് ചിന്തിക്കാൻ വേണ്ടി തുടങ്ങാണ്. അങ്ങനെ ഭൂമിയായിട്ട് സംസാരിക്കുന്നുണ്ട്. ഭൂമിക്ക് ഇപ്പോൾ 25 ലക്ഷം രൂപയുടെ ആവശ്യമുണ്ട്. അവളുടെ അമ്മ ജയിലിലാണ്. അച്ഛൻ മരിച്ചതിൻ്റെ പേരിൽ അമ്മയെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ സ്റ്റോറി ഞാൻ മുമ്പ് തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് ആ സ്റ്റോറി കേട്ടതിന് ശേഷം ഈ സ്റ്റോറി കേൾക്കാൻ ശ്രമിക്കുക. അപ്പോൾ കഥ നിങ്ങൾക്ക് മനസ്സിലാവും. അങ്ങനെ വിവാഹ നിശ്ചയം നടക്കുന്ന സമയത്താണ് ഭൂമിയെയും താലി കെട്ടിക്കൊണ്ട് അജയ് അങ്ങോട്ട് വരുന്നത്. അജയും ഭൂമിയും കൂടെ വിവാഹവേഷത്തിലും ആയിരിക്കാം. അങ്ങനെ അവരെ ആദ്യം കാണുന്നത് അഞ്ജനയാണ്. വിവാഹവേഷത്തിൽ വരുന്ന അജിയെയും ഭൂമിജയെയും കണ്ടതും അവളാകെ ഷോക്കായി. അവളുടെ കയ്യിൽ ഒരു താലം ഉണ്ടാവും. അത് താഴേക്ക് വീഴാട്ടോ. ഒറ്റ അലർച്ചയായിരിക്കും. ശബ്ദം കേട്ട് എല്ലാവരും വരുമ്പോൾ കാണുന്നത് വാതിക്കൽ വിവാഹവേഷത്തിൽ ഒരു പെൺകുട്ടിയെ വിവാഹം കഴിച്ചുകൊണ്ട് വരുന്ന അജിയാണ് കേട്ടോ. എല്ലാവർക്കും ഒരു നിമിഷം എന്താണ് സംഭവിക്കുന്നത് മനസ്സിലാവുന്നില്ല. സത്യദാസും ഇതെല്ലാം കണ്ട് നെട്ടി നിൽക്കുകയാണ്. ആ സമയം തന്നെ സംഗീതയും മുത്തശ്ശിയൊക്കെ അവർക്കരികിലേക്ക് വരുന്നുണ്ട്. അജി, എന്താ നീ കാണിച്ചു വെച്ചത്? നാളെ നിന്റെ വിവാഹമാണ്. നീ അതിനു മുമ്പ് മറ്റൊരു പെൺകുട്ടിയെ വിവാഹം കഴിച്ചോ? എനിക്കിത് വിശ്വസിക്കാനാവുന്നില്ല എന്നും പറഞ്ഞ് സംഗീത അവൻ്റെ അരികിൽ വന്ന് ഷർട്ടിൽ പിടിക്കുന്നു. എടാ ദ്രോഹ, നീ എന്ത് തെറ്റാടാ ഞാൻ നിങ്ങളോട് ചെയ്തത്? എന്നിട്ട് നിനക്കൊരു വാക്ക് പറഞ്ഞൂടായിരുന്നോ? നിനക്ക് അഞ്ജനമോളെ ഇഷ്ടമല്ലെങ്കിൽ എത്രയോ തവണ ഞാനത് പ്രകടിപ്പിച്ചു. നിങ്ങളാരും എൻ്റെ ഇഷ്ടങ്ങളും ഒന്നും മനസ്സിലാക്കില്ല. നിങ്ങളുടെ ആഗ്രഹം എന്നെ അടിച്ചേൽപ്പിക്കാനാ നിങ്ങൾ ശ്രമിച്ചത്. എനിക്കൊരു പെൺകുട്ടിയെ ഇഷ്ടമാണെന്നും ഇവളെ വിവാഹം കഴിക്കാൻ താല്പര്യമില്ലെന്ന് ഞാൻ ഇവളോട് തുറന്ന് പറഞ്ഞതാ. എന്നിട്ടും അതൊന്നും വകവെക്കാതെ അവൾ തന്നെയാണ് ഈ വിവാഹത്തിന് മുൻകൈയെടുത്തത്. ഞാൻ പ്രായപൂർത്തിയായ ഒരു പുരുഷനാണ്. വീട്ടുകാരുടെ അധികാരത്തിൽ വേണ്ടി ഇങ്ങനെ ചെയ്യാൻ എനിക്കെന്തോ മനസ്സുറപ്പില്ല. ഭൂമിയെ നോക്കിയിട്ട് സംഗീത പറയും, നിന്നെക്കുറിച്ച് ഇങ്ങനെയൊന്നല്ല കരുതിയത്. നല്ല പക്വതയും അറിവുള്ള പെൺകുട്ടിയാണെന്നാ. ഇതിപ്പോൾ ഒരു കുടുംബത്തെ മുഴുവനാണ് നിങ്ങൾ രണ്ടുപേരും കൂടെ ചേർന്ന് ചതിച്ചത്. മുത്തശ്ശിക്ക് ഇതെല്ലാം കണ്ട് ഒരക്ഷരം മിണ്ടാനാവാതെ മുത്തശ്ശി നിൽക്കാട്ടോ. സത്യദാസാണെങ്കിലോ അങ്ങോട്ട് വരുന്നുണ്ട്. ഭൂമി, നിന്നെ ഞാൻ എൻ്റെ മകളെ പോലെ കണ്ടത്. പക്ഷേ നീ എല്ലാവരെയും ചതിച്ചു. നിന്നിൽ നിന്ന് ഇങ്ങനൊരു പ്രവൃത്തി ഞാൻ പ്രതീക്ഷിച്ചില്ല. ഇവൻ ഇതിന് മുൻകൈ എടുക്കെങ്കിലും നീ പറഞ്ഞു തീർത്തണമായിരുന്നു. നിനക്ക് എന്നോടൊരു വാക്ക് പറയായിരുന്നില്ലേ? ഇനി മുതൽ നീ എൻ്റെ മകളല്ല. നിന്നെ ഞാൻ അങ്ങനെ കണ്ടിട്ടുള്ളൂ. നിന്നെ കാണുമ്പോഴെല്ലാം എൻ്റെ സ്വന്തം മകളെ പോലെ എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇന്ന് മുതൽ ഈ നിൽക്കുന്ന അഞ്ജനയാണ് എൻ്റെ മകളെന്ന് പറഞ്ഞ് പൊട്ടിക്കറിഞ്ഞ് നിൽക്കുന്ന അഞ്ജനയും ചേർത്ത് പിടിച്ചുകൊണ്ട് സത്യദാസ് അവിടെ നിന്ന് പോവാട്ടോ. അങ്ങനെ വീണ്ടും അവളുടെ ഈ സംഗീതയും അതുപോലെ തന്നെ അജയുടെ അച്ഛനും അമ്മയും ഒന്നും തന്നെ ഇതിന് വഴങ്ങുന്നില്ലെന്ന് കാണുമ്പോൾ അജയ് ഒരു തീരുമാനം എടുക്കുന്നുണ്ട്. ഞാൻ ഈ വീട്ടിലേക്ക് വന്നാലല്ലേ പ്രശ്നം? എൻ്റെ ഭാര്യയും കൊണ്ട് ഞാൻ മറ്റെവിടെയെങ്കിലും താമസിച്ചോളാം എന്ന് പറഞ്ഞ് പുറത്തേക്ക് പോവാണ്. എന്നാൽ സംഗീതക്ക് അതൊട്ടും ഉൾക്കൊള്ളാൻ വയ്യ. തൻ്റെ മകനില്ലാത്ത ഈ വീട്ടിൽ നിൽക്കാൻ പോലും സംഗീതക്ക് വയ്യാട്ടോ. അങ്ങനെ സംഗീത അവരെ പോണ പുറകെ തന്നെ ഭൂമി സങ്കടത്തിൽ നിൽക്കുകയാണ്. അജയ് ഭൂമിയും കൂടെ പുറത്തിറങ്ങി നിൽക്കുന്നുണ്ടാവും. അജയ് സാർ, ഞാൻ പറഞ്ഞതല്ലേ ഇതൊന്നും വേണ്ടെന്ന്. ഇതിപ്പോൾ എല്ലാവരെയും ചതിച്ചോണ്ടാ. ഭൂമി, നിനക്ക് 25 ലക്ഷം രൂപയുടെ ആവശ്യമുണ്ടായിരുന്നു. അതിനു വേണ്ടി നീ ഇതിന് സമ്മതിച്ചു. മറ്റുള്ളവർ പറയുന്നതും നീ കേൾക്കേണ്ട. നമ്മൾ രണ്ടുപേരും ഭാര്യ ഭർത്താക്കന്മാർ. എന്ത് സംഭവിച്ചാലും അവളെപ്പോലെ ഒരുത്തിയെ എനിക്ക് വിവാഹം കഴിക്കാൻ ആവില്ല. എൻ്റെ മനസ്സിൽ ഒരു പെൺകുട്ടിയുണ്ട്. അവളെ മറന്ന് എനിക്കൊരിക്കലും ജീവിക്കാനാവില്ല. അതുകൊണ്ടാ പറഞ്ഞത്. അങ്ങനെ ഇവർ രണ്ടുപേരുടെ സംസാരം സംഗീത കേൾക്കാട്ടോ. ഈ ഫുള്ളായിട്ട് കേൾക്കുന്നില്ല. ഭൂമി പറഞ്ഞ നല്ല കാര്യങ്ങളാ മാത്രം. സാറിനോട് എത്രമാത്രം ഞാൻ പറഞ്ഞു ഇങ്ങനെ വേണ്ടെന്ന്. എല്ലാവരും ചതിച്ച് ഇങ്ങനെ നേടിയിട്ട് ഇങ്ങനെ ഒരു ജീവിതം ഉണ്ടാക്കിയിട്ട് എന്ത് കാര്യമുള്ളത്? ഒരു പ്രയോജനവുമില്ല. എല്ലാവർക്കും വലിയ സങ്കടമായി. ആ മുത്തശ്ശിയെയും അമ്മയെയും വിഷമിപ്പിച്ചാൽ കഴിഞ്ഞതിൽ എനിക്കെന്തോ വല്ലാത്ത വിഷമം തോന്നുന്നു. അങ്ങനെ ആ സമയം തന്നെ അജയുടെ അമ്മ സംഗീത അങ്ങോട്ട് വരുന്നുണ്ട്. എന്തായാലും നിങ്ങൾ രണ്ടുപേരും എവിടെയും പോകുന്നില്ല, അതെ അകത്തേക്ക് കയറി വാ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ അജയ് കൈ പിടിച്ച് അകത്തേക്ക് കൊണ്ടുപോകുന്നുണ്ട്. എന്നിട്ട് ഭൂമിയെ നോക്കിയിട്ട് സംഗീത പറയും, നിന്നോടെന്താ പ്രത്യേകം പറയണോ? നീ ഇവൻ്റെ ഭാര്യയല്ലേ, നീ കൂടെ വാ എന്ന് പറഞ്ഞ് രണ്ടുപേരെയും
കൊണ്ടുപോകുന്നുണ്ട്. അങ്ങനെ പടിവാതിലിൻ്റെ അടുത്ത് നിർത്തിയിട്ട് ഇവിടെ നിൽക്ക്, അകത്തേക്ക് വരാൻ സമയമാവുന്നേ ഉള്ളൂ. അങ്ങനെ അകത്തേക്ക് പോയി നിലവിളക്കും ആരതി എടുത്തു വന്ന് സംഗീത അവർ രണ്ടുപേരുടെയും ഇങ്ങനെ ആരതിയൊക്കെ കൊടുത്ത് നിലവിളക്കൊക്കെ ഭൂമിക്ക് കൊടുത്ത് അകത്തേക്ക് ക്ഷണിക്കാൻ കേട്ടോ. ആർക്കും ഇത് വലിയ ഇഷ്ടപ്പെടുന്നില്ല. അച്ഛന് പോലും മുഖം തിരിക്കാണ്. അങ്ങനെ അജിക്ക് അത് വലിയ ആശ്വാസമാണ്. അമ്മ ഇങ്ങനെ ചെയ്യുമെന്ന് അവൻ പ്രതീക്ഷിച്ചല്ല. എന്നാലും തൻ്റെ അമ്മ തൻ്റെ മനസ്സറിഞ്ഞ പോലെ പ്രവർത്തിച്ചല്ലോ. അങ്ങനെ അവരെ അകത്തേക്ക് ക്ഷണിക്കുന്നുണ്ട്. റൂമിലേക്ക് പോയ ഭൂമി തൻ്റെ ഡ്രസ്സുകളെല്ലാം മാറാൻ നിൽക്കുന്ന സമയത്ത് ഭൂമി ഇവിടെ ഇരിക്കുക, എനിക്ക് നിന്നോട് അല്പം സംസാരിക്കണം എന്ന് അജയ് പറയുമ്പോൾ അജയ് കട്ടിലിൽ ഇരിക്കായിരിക്കും. സാർ എന്തിനാ കഥ കടച്ചത്? അയ്യോ, ആരെങ്കിലും നമ്മുടെ സംസാരം കേട്ടാൽ നമ്മുടെ പ്ലാനിങ് എല്ലാം പൊളിയും, അതുകൊണ്ടാ എന്ന് പറയാട്ടോ. അങ്ങനെ ഭൂമി കുറച്ച് ദൂരെയായിട്ട് പോയി നിൽക്കുക. സാർ ഒന്ന് പുറത്തിറങ്ങണം, എനിക്ക് ഡ്രസ്സ് മാറണം. അങ്ങനെ അവരും ആയിട്ടുള്ള നല്ല നല്ല തമാശകളൊക്കെ അവിടെ കാണാൻ പറ്റൂട്ടോ. ഈ സമയം അഞ്ജനിയുമായിട്ട് സത്യദാസ് അയാളുടെ വീട്ടിലേക്ക് പോയിട്ടുണ്ടാവും. എന്നിട്ട് ഭൂമിയുടെയും അഞ്ജനയുടെയും ഈ പ്രവൃത്തി ഒട്ടും ഇഷ്ടപ്പെടാതെ അവളെ ഒരുപാട് വെറുക്കാട്ടോ. സ്വന്തം മകളാണ് അവൾ, അതുപോലും അറിയാതെയാണ് സത്യദാസ് അവളെ വെറുക്കുന്നുണ്ട്. എന്നിട്ട് അഞ്ജനി ചേർത്ത് പിടിക്കുക. അഞ്ജയും അമ്മയും നടത്തുന്ന ഒരു നാടകമായിരിക്കും. സത്യദാസിൻ്റെ സ്വത്തുക്കൾ അവരുടെ പേരിലേക്ക് ആക്കണം. അതിനുവേണ്ടി അമ്മയും മകളും കൂടെ നടത്താട്ടോ. അങ്ങനെ സ്വന്തം അച്ഛനായിട്ടൊക്കെ കരുതിക്കൊണ്ടാണ് സത്യദാസിൻ്റെ കൂടെ അഞ്ജന പോയിട്ടുണ്ടാവുക. അമ്മയ്ക്ക് ആ സമയം എല്ലാ സമയം അവളിങ്ങനെ വീഡിയോ എടുത്തുകൊണ്ട് അവിടെ നടക്കുന്ന സംഭവങ്ങളൊക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ ആ ഒരു സമയത്ത് തന്നെ നമ്മുടെ ഈ ഒരു ഭൂമിക്ക് വേണ്ടി ഡ്രസ്സുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് സംഗീത വരുന്നുണ്ട്. അങ്ങനെ അവൾ ഡ്രസ്സെല്ലാം മാറി താഴേക്ക് വരാൻ പിറ്റേ ദിവസം മുതൽ ആ വീട്ടിൽ ഇങ്ങനെ ജോലി ചെയ്യാം നിലവിളക്ക് കത്തിക്കൊക്കെ ചെയ്യുന്ന അവളോട് ഒരു പ്രത്യേക ഒരിഷ്ടം സംഗീതയ്ക്ക് തോന്നാട്ടോ. അങ്ങനെ വീണ്ടും കല്യാണം കഴിഞ്ഞവരുള്ള ആ ഒരു ചടങ്ങുകളെല്ലാം നടക്കുന്നുണ്ട്. പിറ്റേ ദിവസം ഒരു പൂജയുണ്ടാവും. ആ പൂജയിൽ ഈ ഒരു സാരി എടുത്ത് തന്നാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് അജയ് അവൾക്കൊരു സാരി വാങ്ങിച്ചു കൊടുക്കുന്നുണ്ട്. ആ സാരി അങ്ങനെ അവൾ ഉടുത്തുണങ്ങി ഇങ്ങോട്ട് വരേണ്ട, ആ സാരിയിൽ അവളെ കാണാൻ നല്ല ഭംഗിയുണ്ടാവുമെന്ന് മനസ്സിലാക്കിയ ഭവാനി ആ സാരി കട്ട് ചെയ്യണം കേട്ടോ. സാരിയുടെ ബ്ലൗസ് കട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. ആ സാരി എടുത്തുകൊണ്ട് വന്നാൽ മതി എന്ന് അജയ് സാറ് പറഞ്ഞപ്പോൾ ആ സാരിയിൽ ബ്ലൗസ് നോക്കിയതും അതാകെ കീറിപ്പോയിരിക്കുന്നു. ആകെ വിഷമത്തിൽ നിൽക്കായിരിക്കും. എന്നാൽ ആ ഒരു സാരി എടുത്തുകൊണ്ടായിരിക്കില്ല അവൾ വരിക എന്നൊക്കെ കരുതി ഇങ്ങനെ പ്രതീക്ഷ നിൽക്കുമ്പോഴാണ് നമ്മുടെ താഴേക്ക് ആ സാരി എടുത്ത് അതീവ സുന്ദരിയായിട്ട് ഇങ്ങനെ താഴേക്ക് ഇറങ്ങി വരാം കേട്ടോ. അപ്പോൾ ഭവാനി ആലോചിക്കുക, ആ സാരിയെ നശിപ്പിച്ചതാണെന്നല്ലേ, എന്നിട്ട് പിന്നെ എങ്ങനെ അമ്മേ അവൾ ആ സാരി എടുത്തുകൊണ്ട് വന്നെന്ന് അഞ്ജന ചോദിക്കുന്നുണ്ട്. അറിയില്ല മോളെ, ഞാനതിൻ്റെ ബ്ലൗസെല്ലാം കീറിപ്പോയിരുന്നു. എന്നാൽ ഇത് മനസ്സിലാക്കിയ ഭൂമി അവിടെ ആ വീട്ടിലെ വേലക്കാരിയായിട്ട് അവർ സൂചി നൂലും ചോദിച്ച് അവൾ തന്നെ തുന്നി റെഡിയാക്കിക്കൊണ്ട് തന്നെയാട്ടോ അതൊക്കെ ഇട്ടുകൊണ്ട് താഴേക്ക് വരുന്നത്. അങ്ങനെ അത് അവളെ ആ ഒരു വേഷത്തിൽ കണ്ടതും അജയുടെ മനസ്സൊന്ന് ഇളകുന്നുണ്ട്. അമ്മയ്ക്ക് സംഗീതയ്ക്കും മുത്തശ്ശിക്കൊക്കെ അവളുടെ ആ ഒരു ഭാവം അവളുടെ ആ വീട്ടിലെ ഓരോ പ്രവൃത്തിയൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുകയാണ് കേട്ടോ. എന്നാൽ ഇപ്പുറത്ത് ഭവാനിയും അഞ്ജനയും അതുപോലെ അവളുടെ സ്വന്തം അച്ഛൻ സത്യദാസിനും അവളെ ഇഷ്ടപ്പെടുന്നില്ല. അവൾ ഇഷ്ടപ്പെടാത്തതിൻ്റെ കാരണം മറ്റൊന്നല്ല, അജയെ വിവാഹം കഴിച്ചു, ഒരു കുടുംബത്തെ മൊത്തം ചതിച്ചു, എല്ലാ പ്രശ്നത്തിനും ഒരു പരിഹാരമായിരുന്നല്ലോ അഞ്ജനയെ അജയ് വിവാഹം കഴിക്കുന്നത്, അതങ്ങ് ഇല്ലാതാക്കി എന്നായിരുന്നു കേട്ടോ. അങ്ങനെ വീണ്ടും അവരുടെ ആ ഒരു ജീവിതം ഭൂമിജ ഇടയ്ക്കല്ല സംഗീതയുടെ കൂടെ കിടക്കുമ്പോഴെല്ലാം അജി വന്ന് ജനവാതിലൂടെ വിളിക്കുകയും അവൾ ഉണർത്താൻ ശ്രമിക്കുകയും ചെയ്യുന്നൊക്കെ ഒരു അടിപൊളി സീനൊക്കെ അതിൽ വരുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ തെലുങ്കിൽ ഇതുപോലെയാണ് കഥ വരുന്നത്. അവളുടെ അമ്മ ഇപ്പോഴും ജയിലിൽ തന്നെയാണ്. എന്നാലും ഭൂമി തൻ്റെ അമ്മയെ ഇറക്കാനായിട്ട് പല ശ്രമങ്ങളും നടത്തുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും അവളുടെ യഥാർത്ഥ അമ്മ അവിടേക്ക് വരികയും ഒക്കെ ചെയ്യുന്ന ഒരു ത്രില്ലർ എപ്പിസോഡ് തന്നെ നമുക്ക് കാണാൻ പറ്റും. അധികം വൈകാതെ തന്നെ സത്യദാസ് മനസ്സിലാക്കട്ടെ തൻ്റെ മകളാണ് ഭൂമി എന്ന സത്യം മനസ്സിലാക്കുമെന്ന പ്രതീക്ഷയോടെ നമുക്ക് കാത്തിരിക്കാം. അപ്പോൾ നിങ്ങൾക്കൊരു വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ.